എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ആഴ്ച എങ്ങനെയായിരിക്കും, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന സന്ദേശങ്ങൾ എന്നാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ റെസണേറ്റ് ആവില്ല. നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് കാണാം നിങ്ങളുടേതായിട്ടുള്ളതായിട്ട് വരാനായിട്ട് കേട്ടോ. ഒരു പേഴ്സൺ റീഡിങ് എടുക്കുമ്പോഴാണ് നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജുകൾ മുഴുവൻ വരിക. ഇത് ഒരുപാട് പേര് കാണുന്നതുകൊണ്ട് എല്ലാവരുടെയും എനർജി ഉണ്ടായിരിക്കും കേട്ടോ. പേഴ്സൺ റീഡിങ് എടുക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള മാത്രം എനർജി വരും. പേഴ്സൺ റീഡിങ് എടുക്കണമെങ്കിൽ എൻ്റെ ഇത് ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട്. ഈ വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ടൈം ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് ഇത് മൂന്നും തരണം പേഴ്സൺ റീഡിങ് എടുക്കണമെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിട്ട് അതിനുള്ള പരിഹാരങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സൺ റീഡിങ് എടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള പരിഹാരങ്ങൾ പറഞ്ഞു തരും കേട്ടോ. അതിനാണ് ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും ഒക്കെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ, ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. റീഡിങ്ങിലേക്ക് പോവാം നമുക്ക്. യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന് ഈ ആഴ്ച എങ്ങനെയായിരിക്കും, എൻ്റെ വ്യൂവേഴ്സിന് ഈ ആഴ്ചയുള്ള എനർജീസ് എന്തായിരിക്കും, ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന സന്ദേശങ്ങൾ എന്താണ് യൂണിവേഴ്സ്? യൂണിവേഴ്സ് ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് എങ്ങനെയായിരിക്കും, 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 ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് വരാൻ പോകുന്ന സന്ദേശങ്ങൾ എന്താണ്, ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് എങ്ങനെയായിരിക്കും, ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് വരാൻ സന്ദേശങ്ങൾ, ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് എങ്ങനെയായിരിക്കും, യൂണിവേഴ്സ് ഈ ആഴ്ച വരുന്ന സന്ദേശം. എങ്ങനെയായിരിക്കും അപ്പൊ നമുക്ക് കാർഡുകള് വന്നിട്ടുണ്ട്, നോക്കാം. അപ്പൊ നമുക്ക് നല്ല കഠിനാധ്വാനമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. നല്ല പക്വതയുള്ള ആൾക്കാരാണ്. നമുക്ക് ഒരുപാട് പൈസകളൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാം. പണം കൈകാര്യം ചെയ്യാനും നല്ല കഠിനാധ്വാനം ചെയ്യാനും ഒക്കെ നിങ്ങള് അങ്ങനെ ചെയ്യുന്നവരാണ്. നല്ല പക്വതയുള്ളവരാണ്. വലിയ ബിസിനസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറയാം. അതിനൊക്കെ ഉള്ള കഴിവുണ്ട് നിങ്ങൾക്ക്. ഒരു കുറെ എല്ലാ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തികളാണെന്നാണ് പറയുന്നത്. സ്വന്തം പ്രയത്നത്താൽ തന്നെ സമ്പത്തും സമൃദ്ധിയും സുരക്ഷിതത്വം ഒക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് പറയണത് കേട്ടോ. അതിനൊക്കെ ഉള്ള കഴിവുള്ള ആൾക്കാരാണ് നിങ്ങള്. നല്ല ശുദ്ധമായ മനസ്സുള്ള ആൾക്കാരാണ്. കുടുംബവും ബിസിനസ്സും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോവാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് പറയണത് കേട്ടോ. പിന്നെ അടുത്ത് വന്നത് പുതിയൊരു തുടക്കത്തിന് പുതിയൊരു തുടക്കം ഉണ്ടാവും എന്നാണ് പറയണത്. നിങ്ങൾക്ക് എന്തിനെങ്കിലും ജോലിയിലോ കരിയറിലോ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്
പുതിയൊരു തുടക്കം ഉണ്ടാവാൻ പോണെന്നാണ് പറയുന്നത്. പുതിയ ഐഡിയാസ് വരാ, പുതിയ അവസരങ്ങളിൽ നിങ്ങളിലേക്ക് വരുന്നു. ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് വരാൻ പോവാണ്. കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾക്ക് വിജയം ഉണ്ടാവാൻ പോണെന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇനി വിജയം ഉണ്ടാവും എന്നാണ് പറയണത് കേട്ടോ. അടുത്ത ആഴ്ച ഈ ആഴ്ച അതിനൊരു സാധ്യതയാണ് പറയണത്. പിന്നെ 8 ഓഫ് സോൾസ്, 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇത് കുറെ പേരുടെ എനർജി ഉണ്ടല്ലോ. അപ്പൊ അതിൽ കുറച്ചു പേർക്കൊക്കെ ഒരു നിരാശ, ഉപേക്ഷിക്കല് അതൊക്കെ പറയാം. ഇപ്പൊ നിങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പ്രയാസങ്ങള്, പ്രശ്നങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളെ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നം, ഒരു അകൽച്ച ഉണ്ടാവാനായിട്ടൊരു സാധ്യത പറയുന്നുണ്ട് കേട്ടോ. നിരാശ, ഉപേക്ഷിക്കല് ഇതെല്ലാം പറയാം. ഇപ്പോഴത്തെ നിരാശ ഭാവിയിൽ കുറച്ച് സംതൃപ്തിയും ആഴത്തിലുള്ള വളർച്ചയൊക്കെ ഉണ്ടാവുന്ന പറയുന്നത്. ലൈഫിൽ നിന്ന് ആരോ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന പറയുന്നത് ഈ ആഴ്ച കേട്ടോ. നിങ്ങളിപ്പോ സ്നേഹിക്കുന്നവരാണെങ്കിൽ ചെറിയൊരു അകൽച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ചാൽ മതി കേട്ടോ. ഒന്ന് സൂക്ഷിക്കണം, ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഒന്ന് സൂക്ഷിക്കണത് നല്ലതാണ് കേട്ടോ. നിങ്ങളൊരു ടീച്ചറോ, അഡ്വൈസറോ, പ്രീസ്റ്റോ, ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആവാൻ ഒരു സാധ്യതയുണ്ട്. ഒരു അബണ്ടന്റ് വരുന്നുണ്ട് നിങ്ങളിലേക്ക്. മതപരമായ കാര്യങ്ങൾ, സാമ്പത്തികം, പൊളിറ്റിക്കല്, സോഷ്യൽ, ഫാമിലി, മെഡിക്കല് ഇതൊക്കെ ചെയ്യുന്ന ഒരാൾക്കാരായിരിക്കാം നിങ്ങളെ. ഒരു സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ, നിങ്ങളൊരു സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ ഒരു ന്യൂ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് പറയാം. ഒരു വിവാഹം, പ്രൊപ്പോസലൊക്കെ വരാറായിട്ടുള്ള സമയം ആയിന്നാ പറയണേ നിങ്ങൾക്ക്. ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾക്ക് പൈസ ഒക്കെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണെന്നാണ് പറയുന്നത്. നല്ല ഉപദേശം നൽകാനൊക്കെ, മറ്റുള്ളവർക്കൊക്കെ ഉപദേശങ്ങളൊക്കെ നൽകാൻ കഴിവുള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത്. നല്ല കഴിവുണ്ട് നിങ്ങൾക്ക്. സൃഷ്ടിസ്ഥിതി സംഹാരം, ഈ 3 ഗുണങ്ങളും നിങ്ങളിൽ ഉണ്ടെന്നാ പറയുന്നത്. ധാരാളം അറിവും ബുദ്ധിയൊക്കെ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. എല്ലാത്തിന്റെ കീ നിങ്ങളുടെ കയ്യിലുണ്ടെന്നാ പറയണത്. അപ്പൊ എല്ലാവരെയും നിങ്ങൾക്ക് ഉപദേശം കൊടുക്കാൻ, മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനൊക്കെ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്. എല്ലാ കാര്യത്തിലും നല്ല അറിവുള്ള വ്യക്തികളാണ്. നല്ലവണ്ണം ചിന്തിച്ചൊക്കെ തീരുമാനം എടുക്കുന്ന വ്യക്തികളാണെന്നാണ് പറയുന്നത്. നല്ലവണ്ണം ആലോചിച്ചൊക്കെ ഏതൊരു കാര്യത്തിനും തീരുമാനം എടുക്കുമെന്നാണ് പറയണത് കേട്ടോ. പിന്നെ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയണത്. എല്ലാത്തിനും പ്രകൃതിനെയൊക്കെ വളരെയധികം സ്നേഹിക്കുമെന്നാണ് പറയുന്നത്. വളരെയധികം സ്നേഹമുള്ള സ്ത്രീയാണ്. മനസ്സ് പറയുന്നത് സ്വന്തം മനസ്സ് എന്താണ് പറയുന്നത് അതിനനുസരിച്ചൊക്കെ പോവാം. സന്തോഷവും വിജയമൊക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയണത്. നിങ്ങൾക്ക് എന്തെങ്കിലൊക്കെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ടായാലും ആ ദുഃഖങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ ഒതുക്കി വെച്ചിട്ട് പുറമേക്ക് നല്ല സ്നേഹം പ്രകടിപ്പിച്ച് നടക്കാൻ സാധിക്കും. എല്ലാ ദുഃഖങ്ങളും ഉള്ളിൽ ഒതുക്കി കൊണ്ട് നടക്കാൻ, എല്ലാ വികാരങ്ങളും നിയന്ത്രിക്കാനുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ട്. കുലീനയായ നല്ല സ്നേഹമുള്ള ഒരു സ്ത്രീയാണ് നിങ്ങൾ പറയുന്നത്. നാളെ സ്നേഹമുള്ളവരാണെന്നാണ് പറയുന്നത്. സങ്കടങ്ങളൊക്കെ മനസ്സിൽ ഉള്ളിൽ ഒതുക്കിയിട്ട് പുറമേക്ക് ശാന്തമാക്കിക്കൊണ്ട് പുറമേക്ക് ശാന്തത പ്രകടിപ്പിക്കാനുള്ള ഒരു കഴിയുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. സത്യസന്ധമായ ഒരു വ്യക്തിയാണ്. ദയവുള്ള, നല്ല അലിവുള്ള, നല്ല സ്നേഹമുള്ള, നല്ല മനസ്സുള്ള ഒരു ആളാണെന്നാണ് പറഞ്ഞത്. ഒരു പങ്കാളി ഉണ്ടാവുമെന്നാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോ നിങ്ങളുടെ ആള് വളരെ സ്നേഹമുള്ള ഒരു പങ്കാളി ഉണ്ടാവുമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക്. നിങ്ങൾ പറഞ്ഞൊക്കെ കേൾക്കുന്ന ഒരു പങ്കാളി നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ 2 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. അതായത് പുതിയ ഐഡിയാസ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിലും എല്ലാത്തിലും ഒക്കെ നല്ല നല്ല നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ പറ്റും. ലൈഫിലായാലും ബിസിനസ്സിലും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാവാൻ പോകുന്നു. ഇത്തിരി പൈസയൊക്കെ ഉണ്ടാവാൻ പോകുന്നു. ബിസിനസ്സിലായാലും നല്ല പൈസ ഉണ്ടാവാൻ പോകുന്നു എന്നാണ് പറയണത്. ധൈര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു കഥയാണിത്. പുതിയൊരു വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടാൻ പോകണമെന്നാണ് പറയണത്. വിദേശത്തൊക്കെ പോവാനായിട്ടൊരു സാധ്യത പറയുന്നുണ്ട്. അതിനൊക്കെ ഒരു സാധ്യതയാണ് പറയണത്. പിന്നെ ടവർ വന്നിട്ടുണ്ട്. അടുത്ത കാർഡ് ടവറാണ് വന്നിരിക്കുന്നത്. ടവർ പറയുമ്പോ എന്താ, ലൈഫിൽ ഒരു പുതിയ ചേഞ്ചിനെ സൂചിപ്പിക്കുന്നതാണ്. നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് സൂക്ഷിക്കണം ഈ ആഴ്ച.
ഒരു എന്തെങ്കിലും ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാമേജോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തോ നിങ്ങളിലേക്ക് ഒന്ന് വരുന്നുണ്ട്. അപ്പൊ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പഴയ കാലത്ത് നിന്ന് നിങ്ങളുടേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ വാല്യൂ ഒക്കെ മനസ്സിലാക്കി ജീവിക്കാനായിട്ട് തയ്യാറായ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണു എന്നാണ് പറയണത് കേട്ടോ. പിന്നെ മജീഷ്യൻ, നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. നിങ്ങൾക്ക് നല്ല അധികാരമുള്ള വ്യക്തികളാണെന്നാണ് പറയണത്. നിങ്ങൾ പല കഴിവുകളും ജന്മന തന്നെ നിങ്ങൾക്ക് പല കഴിവുകളും ഉണ്ടെന്നാണ് പറയണത്. പല കാര്യങ്ങളും മറ്റുള്ളവരൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പറയുന്നത്. സമൂഹത്തിലും പല കാര്യങ്ങളും ചെയ്യും. നല്ല ഈശ്വരാനുഗ്രഹം ഉണ്ടെന്നാണ് പറയുന്നത്. വളരെ ധൈര്യശാലിയാണ്, വളരെ ശുദ്ധ മനസ്സുള്ളവരാണെന്നാണ് പറഞ്ഞത്. ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോവാൻ മുന്നോട്ട് പോയാൽ വളരെയധികം സക്സസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. എല്ലാ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. ഒന്നിനും ഭയമൊന്നുമില്ല. ആരുടെയും കീഴില് ജോലി ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം, നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണെന്നാണ് പറയുന്നത്. ആരും നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ സക്സസിൽ എത്തുന്നാ പറയണത്. നിങ്ങൾക്ക് എല്ലാ വിജയവും നിങ്ങളിലേക്ക് വരും. ഒരു രാജാവിന്റെ അധികാരമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പറയണത്. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇപ്പോ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുന്ന പറയുന്നത്. നടക്കും, അതിനുള്ള സാധ്യതയാണ് പറയുന്നത്. നിങ്ങളിപ്പോ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് ഐശ്വര്യം, സന്തോഷം, സമാധാനം, മാരേജ് ഇതെല്ലാം നിങ്ങളിലേക്ക് വരാൻ പോവാണ്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത്, റിലേഷൻഷിപ്പ്, നല്ല റിലേഷൻഷിപ്പ്, പേരും പ്രശസ്തിയും, അങ്ങനെ ഈശ്വരാനുഗ്രഹം എല്ലാം നിങ്ങളിലേക്ക് വരുന്നാണ് പറയണത് കേട്ടോ. മറ്റുള്ളവരൊക്കെ ഹീൽ ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. കുറച്ചു പേർക്കൊക്കെ പിന്നെ ഫൈവ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. അത് ഒന്നും ബലം പ്രയോഗിച്ചിട്ടൊന്നും നിങ്ങൾ നിങ്ങൾ പിടിച്ചെടുക്കാൻ നോക്കണ്ട. നിങ്ങൾക്ക് എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേർന്നോളും. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയും കുറച്ച് പേർക്ക് പറയുന്നുണ്ട് കേട്ടോ. അത് ഒരുപാട് പേര് കാണുന്നതുകൊണ്ടേ അങ്ങനെ കുറച്ച് പേർക്കൊക്കെ അങ്ങനെയും വരാനുള്ളൊരു സാധ്യത. എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ആഴ്ച എന്തെങ്കിലും ഒരു നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അന്യായമായ ഇടപാടുകളിലൂടെയൊക്കെ എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ള സാധ്യത, മോഷണം, നിങ്ങളുടെ എന്തെങ്കിലും മോഷണം പോവാ, നിങ്ങൾ അപമാനിക്കപ്പെടാ, നിങ്ങൾ സ്വന്തം അഭിമാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാ, ജോലിയിലോ എന്തെങ്കിലും ഒരു പോരാട്ടം ഉണ്ടാവാ, ജോലിയിലൊക്കെ ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കുക, പിരിമുറുക്കം, ജോലിയിലൊക്കെ ഒരുപാട് പിരിമുറുക്കം ഉണ്ടാവാ, മനസ്സിനൊക്കെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കേണ്ടി വരാം, തർക്കങ്ങള്, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ജോലിയിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മോശമായതല്ലാത്തതായ ഒരു ശത്രുത, ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ശത്രു ഉണ്ടാവാനായിട്ടൊരു സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഇതില് നിങ്ങൾ തമ്മില് ഒരു തേർഡ് പാർട്ടി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങളെ ചീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ വേറൊരു തേർഡ് പാർട്ടി ആയിട്ടൊരു ബന്ധം ഉണ്ടാവുന്ന പറയാം. അപ്പൊ ഒരു ചീറ്റിങ്, നിങ്ങളൊരു ചതിക്കുന്ന ഒരു അവസ്ഥ വരാനൊരു ഇതുണ്ട് കേട്ടോ. നിങ്ങളുടെ വ്യക്തിക്ക് മറ്റ് പലരുമായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയണത്. അങ്ങനെ നിങ്ങൾ അപമാനിക്കപ്പെടാം. നിങ്ങൾക്ക് സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് വേറെ തേർഡ് പാർട്ടി ഉണ്ടെന്നാണ് പറയണത്. അപ്പൊ അങ്ങനെ നിങ്ങളെ വേദനിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. നിങ്ങൾ ചതിക്കപ്പെടാനൊരു സാഹചര്യം ഉണ്ട്. അപ്പൊ ഒന്ന് സൂക്ഷിക്കാം. കുറെ പേർക്ക് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. കുറെ പേർക്കപ്പം നിങ്ങളെ നല്ല ലവേഴ്സ് ആവാനുള്ളൊരു, നിങ്ങൾ നല്ല സ്നേഹിക്കുന്നവരാണ് നിങ്ങളെ, പക്ഷെ അതിലൊരു തേർഡ് പാർട്ടി ഉണ്ട്. അങ്ങനെ ഒരു വിഷമം വരും. ഒരു തേർഡ് പാർട്ടി വരുമ്പോ ലവിന് പരിശുദ്ധമായ സ്നേഹമാണ് നിങ്ങള്. ഒരാൾക്ക് മറ്റൊരാളെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത വിധം അത്രത്തോളം നിഷ്കളങ്കമായ സ്നേഹമാണെന്നാണ് പറഞ്ഞത്. അത്രത്തോളം നല്ല ബന്ധമാണ്. പക്ഷെ അതിലൊരു തേർഡ് പാർട്ടി ഉണ്ട് കേട്ടോ. അപ്പൊ വളരെയധികം സൂക്ഷിക്കുക കേട്ടോ. നിങ്ങളെ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് നന്നായിട്ട്.
പിന്നെ 8 ഓഫ് പെന്റിക്കൽസ് വന്നിട്ടുണ്ട്. 8 ഓഫ് പെന്റിക്കൽസ് എന്ന് പറയുമ്പോ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നതിന്, പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കുക, പുതിയ ബിസിനസ് എന്തെങ്കിലും ചെയ്യേ, അതിനൊക്കെ ഒരു സാധ്യത, അതിനൊക്കെ തുടങ്ങാനുള്ള ഒരു സാധ്യതയൊക്കെ പറയുന്നുണ്ട്. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ ഹാർഡ് വർക്ക് ചെയ്യണതിന് നിങ്ങൾക്ക് ദീർഘകാലത്തേക്കാണ് അതിന് ഭാഗ്യം ഉണ്ടാവാൻ പോണത്. നിങ്ങൾ ശരിയായ പാതയിലൂടെയാണ് നിങ്ങൾ പോകുന്നതെന്നാണ് പറയുന്നത്. ഹാർഡ് വർക്കിലൂടെ നിങ്ങൾ എന്തിനാണോ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അതിന്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഹോബി നിങ്ങളുടെ ഒരു വരുമാന മാർഗമായിട്ട് മാറാനൊരു സാധ്യതയുണ്ട് കേട്ടോ. കലാപരമായൊക്കെ ഒരുപാട് കഴിവുള്ള വ്യക്തികളാണ്. നല്ല രീതിയിൽ ബിസിനസ് ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. വിജയിക്കുമെന്ന് ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെന്നാ പറയണേ. ഹാർഡ് വർക്കിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പണം ഉണ്ടാക്കാൻ സാധിക്കും എന്നാ പറയണേ. നിങ്ങൾക്ക് ഇപ്പൊ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു മാരേജിനൊക്കെ സമയമായിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, മാരേജിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ സമയമായിട്ടുണ്ടെന്നാണ് പറയണത് കേട്ടോ. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്നു. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, എന്തിനോ നിങ്ങൾ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നത്, എന്തിനോ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ, അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് സഫലമാകും എന്നാണ് പറയണത് ഈ ആഴ്ച കേട്ടോ. സംതൃപ്തി, സമാധാനം അതെല്ലാം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയണത്. ഈ നിങ്ങൾക്ക് വ്യക്തിപരമായി സന്തോഷം ഉണ്ടാവാ, സമാധാനം ഉണ്ടാവാ, എല്ലാം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ജീവിതത്തിൽ എല്ലാം നന്മയും സമ്പത്തും എല്ലാം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയണത്. എല്ലാം കൊണ്ട് സംതൃപ്തനാവുന്നതാണ്, അല്ലെങ്കിൽ സംതൃപ്തിയാവുന്നതാണ് പറയണത്. ജീവിതത്തിൽ എല്ലാ നന്മയും സമ്പത്തും ഒക്കെ നിങ്ങൾക്ക് വരാൻ അനുഭവിക്കുമെന്നാണ് പറയണത്. നിങ്ങളിപ്പോ ലവേഴ്സ് ആണെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങൾ വളരെ അഡിക്റ്റഡ് ആണെന്നാണ് പറയണത്. എപ്പോഴും ഓർക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു, ഞങ്ങൾ വളരെ സ്നേഹമുള്ളവരാണെന്നാണ് പറയണത്. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറയണത് കേട്ടോ. അപ്പൊ ഇത്രയും പറഞ്ഞ ഇന്നത്തെ റീഡിങ് അവസാനിപ്പിക്കുകയാണ്. എന്റെ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ദയവായിട്ട്. അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യണേ.